ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ശ്യാമള സായിരാം. വീഡിയോ ഓൺ ചെയ്തോളൂ. തുടങ്ങാമോ ആൻറ്റി? തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദ പത്മങ്ങൾ ശതകോടി പ്രണാമം. ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് കേൾക്കാമോ? ശ്രീ സത്യസായി വാണി ഭാഗ 24 10ാം അധ്യായം. ത്യാഗത്തിലൂടെ ആനന്ദം. വിശ്വം സൃഷ്ടമായത് സത്യത്തിൽ നിന്നതാൻ, നിലനിന്ന് വിലയിക്കുന്നതും സത്യത്തിലല്ലോ ദൃഢം. വിശ്വത്തിൽ വ്യാപ്തമാമി നിർമ്മല യാഥാർത്ഥ്യം, സത്യമാണെന്നറിവിൻ നിങ്ങളേവരും സദാ. ദിവ്യ പ്രേമസ്വരൂപരെ, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യം ഒന്നേ ഉള്ളൂ, പണ്ഡിതർ അതിനെ പലതായി പറയുന്നു. സത്യം ഒന്നേ ഉള്ളൂ, ഋഷിമാർ അതിന് പല പേരുകൾ കൽപ്പിക്കാറുണ്ട്. സത്യം ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രത്തോടോ പ്രത്യേക വിശ്വാസത്തോടോ ബന്ധപ്പെട്ടതല്ല. ഏതെങ്കിലും നിശ്ചിത കാലവുമായും ബന്ധപ്പെട്ടതല്ല. സ്ഥലകാല മത രാഷ്ട്രങ്ങളെ അതിവർത്തിക്കുന്നതാണ് സത്യം. അനുസരണത്തിന് എല്ലാ രാജ്യത്തെയും എല്ലാ മതങ്ങളിലെയും എല്ലാ കാലത്തെയും ആളുകൾക്ക് തുല്യ അവകാശമുണ്ട്. സത്യം ആരെയും പിന്തുടരുന്നില്ല. ഓരോ മനുഷ്യനും സത്യത്തെ പിന്തുടരേണ്ടതാണ്. മാനവകുലത്തിന്റെ ആദിമ പിതാമഹൻ മനു ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുവിന്റെ വംശപരമ്പരയിൽപ്പെട്ടവനായതുകൊണ്ട് മനുഷ്യനെ മനുജൻ എന്ന് വിളിക്കുന്നു. സത്യത്തിനു വേണ്ടി മനുഷ്യൻ ജീവത്യാഗം ചെയ്യാനും തയ്യാറാകണമെന്ന് മനു ആഹ്വാനം ചെയ്തിരുന്നു. കാലം, പരിതസ്ഥിതികൾ, സ്ഥലം എന്നിവയ്ക്ക് വിധേയനായി മനുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന് അസത്യം ഹിതവും പ്രിയവുമായിരിക്കുന്നു. സത്യം അവന് പ്രതികൂലമായിരിക്കുന്നു. എല്ലാ വസ്തുക്കളും സത്യത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്നു. ഇന്ന് മനുഷ്യൻ അനവധി സംഗതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമവും നടത്തുന്നു. എന്നാൽ അടിസ്ഥാന സത്യം മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ല. ആനന്ദകരവും ആസ്വാദ്യകരവും ആയ വസ്തുതകൾ എല്ലാം സത്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രാചീന കാലത്ത് ഭരണാധികാരികൾ രാജ്യഭരണം നിർവഹിച്ചിരുന്നത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവർ ഈ പ്രമാണവാക്യം മുറുകെ പിടിച്ചിരുന്നു. സത്യം സ്വഭാവമാണ്, സത്യം മതമാണ്, സത്യം ജീവിതം തന്നെ, സത്യം തപസ്സാണ്. മനുഷ്യന്റെ ഇന്നത്തെ ദൗർബല്യം അവൻ ഈ ശാശ്വത സത്യം അനുസരിക്കുന്നതിൽ പരാജയപ്പെടുകയും ക്ഷണികവും അയഥാർത്ഥവുമായ വസ്തുക്കൾ താല്പര്യം കൊള്ളുകയും ചെയ്യുന്നു എന്നതാണ്. മനു മറ്റൊരു ഗംഭീര പ്രഖ്യാപനം ലോകത്തിന് നൽകിയിട്ടുണ്ട്. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയുക, പ്രിയമായി പറയുക, അപ്രിയ സത്യം പറയാതിരിക്കുക. ഒരാൾക്ക് പ്രിയമാണെന്ന് കരുതി അസത്യം പറയാമെന്ന് വിചാരിക്കരുത്. സത്യം ഒരാളിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെങ്കിൽ അത് അയാളോട് ഹിതമായി പറയണം. ഗീതയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്യത്. സംഭാഷണത്തിൽ വാക്കുകൾ ഉത്കണ്ഠാജനകമാകരുത്. അവ സത്യസന്ധവും ഹിതവും അർത്ഥവത്തുമായിരിക്കണം. ഒരു അന്ധനെ കാണുമ്പോൾ അയാൾ അന്ധനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇത് സത്യമാണ്. പക്ഷെ സത്യമെന്ന് കരുതി അയാളെ ഹേ കുരുട എന്ന് വിളിച്ചാൽ നിങ്ങൾ അയാൾക്ക് വേദനയാണ് ഉണ്ടാക്കുക. കുരുടൻ എന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അയാൾ ദുഃഖിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അത് കേട്ട് അയാൾ പരിതപിക്കുന്നു. അതേപോലെ മുടന്തനായ ഒരാളെ കണ്ടിട്ട് ഹേ മുടന്ത എന്ന് വിളിച്ചാൽ
നിങ്ങൾ അയാൾക്ക് വേദനയുണ്ടാക്കുന്നു. സത്യത്തിന്റെ പേരിൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. ഒരു വ്യക്തിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ അയാളിൽ അന്തർഹിതമായ ഗുണങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരുവൻ തന്റെ അടിസ്ഥാന മാനുഷിക ഗുണങ്ങളെ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സത്യത്തിന്റെയും പ്രേമത്തിന്റെയും പാത പിന്തുടരണം. കർമ്മമാണ് ജ്ഞാനത്തിന് അടിസ്ഥാനം. വേദങ്ങൾക്ക് കിരീടമാണ് ഉപനിഷത്തുക്കൾ. ഉപനിഷത്തുക്കളിൽ പ്രഥമ ഗണനീയം ഈശാവാസ്യ ഉപനിഷത്താണ്. ശുക്ല യജുർവേദത്തിലെ മന്ത്രങ്ങളുടെ രൂപത്തിലാണ് ഈ ഉപനിഷത്ത്. 39 കാണ്ഡം വരെ യജുർവേദം കർമ്മമാർഗം പ്രതിപാദിക്കുന്നു. 40 കാണ്ഡം മുതൽ ജ്ഞാനമാർഗം ആരംഭിക്കുന്നു. ഈ കാണ്ഡത്തിൽ ആരംഭിക്കുന്നു ഈശാവാസ്യം. കർമ്മം ജ്ഞാനത്തിന്റെ അധിഷ്ഠാനമാണ്. ഉപനിഷത്തുക്കൾ കർമ്മജ്ഞാന മാർഗങ്ങളുടെ സമന്വയത്തിന് പരിശ്രമിക്കുന്നു. വേദഹിതമായ കർമ്മങ്ങൾ മനുഷ്യൻ അനുഷ്ഠിക്കണം. സതുദ്ദേശത്തോടെ സത്പ്രവർത്തികൾ ചെയ്യണം. കർമ്മം ചെയ്യുന്നവൻ മാത്രമേ അതിന്റെ ഫലം അനുഭവിക്കാവൂ എന്ന ആഗ്രഹത്തിന് ഇടം നൽകരുത്. തന്റെ കർമ്മങ്ങൾ കൊണ്ടാണ് ചില ഫലങ്ങൾ ഉളവായത് എന്ന അഹങ്കാരവും വെച്ചു പുലർത്തരുത്. ഇത്തരത്തിലുള്ള അഹംഭാവം ഒഴിവാക്കണം. ആസക്തിയും അഹമ്മതിയും ബന്ധനത്തിന് കാരണമാകുന്നു. ഭോഗവും ത്യാഗവും എങ്ങനെ സംയോജിപ്പിക്കാം? എന്തെല്ലാം ഭോഗം അനുഭവിക്കണമെങ്കിലും അത് ത്യാഗമനസ്കതയോടെ നിർവഹിക്കണം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. നിത്യജീവിതത്തിൽ ഭോഗവും ത്യാഗവും ഒരുമിച്ച് പോകില്ല. ത്യാഗി ഇന്ദ്രിയങ്ങൾ സുഖങ്ങളിൽ തൽപരനല്ല. ഭോഗി ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഇത്തരം സന്ദർഭത്തിൽ ഭോഗവും ത്യാഗവും എങ്ങനെ സംയോജിപ്പിക്കാം? എല്ലാ കർമ്മങ്ങളും അഹങ്കാരമുക്തമാവുകയും എല്ലാ ഭോഗങ്ങളും അനാസക്തമാവുകയും ചെയ്താൽ ഭോഗവും ത്യാഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കാരവും ആസക്തിയും കലർന്ന ഏത് ഭോഗവും ത്യാഗരഹിതമായിരിക്കും. അഹങ്കാരത്തിന്റെയും ആസക്തിയുടെയും അഭാവത്തിൽ കർമ്മങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കും. അത് ത്യാഗപൂർവകമായ കർമ്മത്തിന് സമാനമായിരിക്കും. എല്ലാ മനുഷ്യരും അതുകൊണ്ട് വിധിപ്രകാരം കർമ്മം ചെയ്യുകയും ആ കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തി പുലർത്താതിരിക്കുകയും വേണം. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആധ്യാത്മിക സന്ദേശം. ഈ നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങൾ ഭോഗത്തെ യോഗമാക്കി മാറ്റുന്നു എന്ന് ഉപനിഷത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആധ്യാത്മിക സാധനാനുഷ്ഠാനങ്ങളുടെ ദിവ്യമായ പരിസമാപ്തിയാണ് യോഗം. ശരീരത്തെ ഭഗവത് സേവയ്ക്കായി ഉപയോഗപ്പെടുത്തുക. ഈ സത്യത്തിന് വിരുദ്ധമായി മനുഷ്യൻ എങ്ങനെയാണ് തന്റെ ജീവിതം ഉപയോഗപ്പെടുത്തുന്നത്? അവൻ സദാ സ്വാർത്ഥവും സ്വയം കേന്ദ്രീകൃതവുമായ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ പായുന്നു. പിന്നെങ്ങനെ അവന് ത്യാഗവുമായി ബന്ധപ്പെട്ട ഭോഗം അനുഭവിക്കാനാകും? ആ സ്വാർത്ഥത ഭോഗത്തെ രോഗമാക്കി മാറ്റുന്നു. ഭോഗിയാകലല്ല, യോഗിയാകലാണ് മനുഷ്യന്റെ ലക്ഷ്യം. സുഖം പ്രദാനം ചെയ്യുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? തിന്നുക, കുടിക്കുക, ഇന്ദ്രിയ സുഖങ്ങളിൽ അമരുക എന്നിവയാണ്. ശരീരം നിലനിർത്തുന്നതിന് ആഹാരം തീർച്ചയായും വേണം. തണുപ്പ് നേരിടാൻ വസ്ത്രം വേണം. ഈ അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറം ശരീരത്തെ അതിര് കവിഞ്ഞ് ലാളിക്കുന്നത് വ്യർത്ഥമാണ്. കാരണം അത് ജീർണിക്കുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ശരീരത്തെ ഇത്തരത്തിൽ ലാളിക്കുന്നതിന് പകരം മനുഷ്യൻ അതിനെ ഈശ്വര സേവയ്ക്കായി ഉപയോഗപ്പെടുത്തണം. ഒരു തരത്തിൽ മനുഷ്യൻ എല്ലാത്തരം രോഗങ്ങളും ബാധിച്ചവനാണ്. വിശപ്പ് ഒരു രോഗമാണ്. ആഹാരമാണ് അതിന് മരുന്ന്. ദാഹം മറ്റൊരു രോഗം. വെള്ളമാണ് അതിന് ചികിത്സ. ആഹ്ലാദത്തിനുള്ള ആഗ്രഹം പോലും ഒരു രോഗമാണ്. അതിന് പ്രതിവിധിയാണ് സൽക്കർമ്മവും ഈശ്വരനാമ ജപവും. യോഗ ഉപയോഗിച്ച് മനുഷ്യൻ രോഗത്തെ തരണം ചെയ്യണം. ഒരു നേരം ആഹാരം കഴിക്കുന്നവൻ യോഗിയും 2 നേരം ആഹാരം കഴിക്കുന്നവൻ ഭോഗിയും 3 നേരം ആഹാരം കഴിക്കുന്നവൻ രോഗിയുമാണെന്ന് ശാസ്ത്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 നേരം ആഹാരം കഴിക്കുന്നവൻ ജീവച്ഛവമാണ്. മനുഷ്യൻ അധിക സമയവും ഉദരപൂരണത്തിനായി ചെലവിടുന്നു, അല്ലാതെ ഉത്കൃഷ്ടവും സന്തോഷകരവുമായ ജീവിതം നയിക്കാനല്ല. വിദ്യാർത്ഥികളെ, ലോകത്തിലെ എല്ലാ വസ്തുക്കളും ശരീരം ഉൾപ്പെടെ നശ്വരമാണ്. എന്നാൽ മരണശേഷവും നിലനിൽക്കുന്ന ചിലതുണ്ട്. ഒരുവൻ ഏത് ആദർശത്തിന് വേണ്ടിയാണോ ജീവിച്ചത് അത് നിലനിൽക്കും. നിങ്ങൾ എല്ലാവരും ആദർശപരമായ ജീവിതത്തിനായി യത്നിക്കണം. ഈ ആദർശങ്ങളായിരിക്കണം തലമുറകളായി മനുഷ്യ ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നത്. ദിവ്യാനന്ദം അനുഭവിക്കുന്നതിന് പരിശ്രമിക്കുക.
മൂന്ന് അടിസ്ഥാന വസ്തുക്കളാണ് ലോകത്തുള്ളത്. ആകാശം, മണ്ണ്, വെളിച്ചം. ഓരോ ജീവിയെയും നിലനിർത്താൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങളാണിവ മൂന്നും. വെള്ളവും വായുവും കൂടി ആഹാരം നൽകുന്നു. ഇവ അഞ്ചുമില്ലാതെ ജീവിതം അസാധ്യമാണ്. എവിടെ ആത്മാവുണ്ടോ അവിടെ വെള്ളവും വായുവും കാണാം. ആത്മാവിന് വെള്ളവും വായുവുമില്ലാതെ നിലനിൽക്കാൻ സാധിക്കും. എന്നാൽ വെള്ളത്തിനും വായുവിനും ആത്മാവില്ലാതെ നിലനിൽപ്പില്ല. ആത്മാവ് നിത്യമാണ്, ശുദ്ധമാണ്, ദീപ്തമാണ്, സർവ്വതിലും വ്യാപിച്ചിരിക്കുന്നതാണ്. അത് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. അത് സർവ്വതിനും അധിഷ്ഠാനവും അവലംബവുമാണ്. പഞ്ചഭൂതങ്ങളെയും ആത്മാവ് നിലനിർത്തുന്നു. അവ പരമാത്മാവിന്റെ മഹത്വത്തെ ഘോഷിക്കുന്നു. ഓരോ നിമിഷവും നാം പഞ്ചഭൂതങ്ങളിലൂടെ ഉദ്ഭവിക്കുന്ന ഗുണങ്ങൾ ആസ്വദിക്കുന്നു. ശ്വസിക്കാൻ വായു ഇല്ലെങ്കിൽ നാം വീർപ്പുമുട്ടും. വായു നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ അത് ദൃഷ്ടിഗോചരമല്ല, കയ്യിൽ സ്വീകരിക്കാനുമാവില്ല. ഈശ്വരനും സർവ്വവ്യാപിയാണ്, കാഴ്ചയ്ക്ക് വിഷയമല്ല. അത് പഞ്ചസാര ലായനി പോലെ അനുഭവിച്ചറിയാനേ സാധിക്കൂ. സാധനയിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയാൽ അത് നേരിട്ടുള്ള ദർശനത്തിന് തുല്യമാണ്. ദിവ്യാനന്ദം അനുഭവിക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലുള്ള പ്രക്രിയയിൽ പ്രവേശിക്കുക. നിസ്വാർത്ഥ പ്രേമം വളർത്തിയാൽ മാത്രമേ പ്രേമസ്വരൂപനായ ഈശ്വരൻ അനുഭവവേദ്യമാവുകയുള്ളൂ. പ്രേമരഹിതമായ ഒരു ഭൂമിയിൽ പ്രേമം വളരുകയില്ല. പ്രേമം വളരാത്തിടത്ത് പ്രേമത്തിന്റെ ഫലം ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് തങ്ങളുടെ വറ്റിവരണ്ട ഹൃദയത്തിലേക്ക് ഓടക്കുഴൽ ഊതിക്കൊണ്ട് പ്രേമാമൃതം ചൊരിയാൻ ഗോപികമാർ ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പ്രേമത്തിന്റെ പ്രകാശം കൊണ്ട് ലോകം മുഴുവൻ ദീപ്തമാക്കൂ. ഇന്ന് ലോകം പ്രേമരഹിതമാണ്. മനുഷ്യനും മനുഷ്യനും തമ്മിൽ വെറുപ്പാണ്. ലോകം പ്രേമത്തിലൂടെ വീണ്ടെടുക്കണം. ഓം ശ്രീ സായിരാം. സമർ കൗശൽ വൃന്ദാവനത്തിൽ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിന്റെ ചില പ്രധാന ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. ഓം ശ്രീ സായി. അനുഭവം പറഞ്ഞോളൂ സ്വാമി. ശരി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് പല അനുഭവങ്ങളും ഉണ്ട്, പക്ഷെ എല്ലാം പ്രധാനപ്പെട്ടതുമാണ്. ഞാനിവിടെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാം. അത് 2001, 2002 ആ സമയത്താണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. എന്ന് വെച്ചാല് 2 മാസമായിട്ട് ബോഡി പെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു, ഹോമിയോ ട്രീറ്റ്മെന്റിലായിരുന്നു. മസ്കുലർ പെയിൻ എന്ന് പറഞ്ഞായിരുന്നു ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം 2 മാസത്തോളം കഴിഞ്ഞിട്ടും വേദനയ്ക്ക് ഒരു കുറവും കാണാതിരുന്നപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ രവീന്ദ്രനാഥ്, കോന്നി കേശവള്ള വൈദ്യന്റെ മകന്. പുള്ളിയെ യാദൃശ്യമായിട്ട് കണ്ട സമയത്ത് ഇങ്ങനെ പെയിനിന്റെ കാര്യം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഒന്ന് സ്റ്റോൺ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സ്റ്റോൺ ചെക്ക് ചെയ്തു. പിറ്റേ ദിവസം കാലത്തെ ഡോക്ടർ അനിയനെ പറഞ്ഞ് വീട്ടിലയച്ചു. ഡോക്ടറുടെ അനിയനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നാരായണനോട് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറ, പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് പറഞ്ഞു, കോസ്മോയിലെ ഡോക്ടർക്ക് മെയിൻ സർജൻ ഉണ്ട്, ഒരു ലെറ്റർ തരാൻ പുള്ളിക്ക്, എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണം, ഓപ്പറേഷൻ ഉടനെ നടത്തണം, വെച്ചോണ്ടിരിക്കരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി കോസ്മോയിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ IVP എക്സ്റേ എടുക്കാൻ പറഞ്ഞു. IVP എക്സ്റേ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ കാണിച്ചു തന്നു. വളരെ സീരിയസാ, പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം, ഇന്ന് തന്നെ അഡ്മിറ്റ് ആയാൽ അത്രയും നല്ലത്. ഒരു കിഡ്നി ഫുള്ള് ഡാമേജ് ആണ്, അടുത്ത കിഡ്നിയെ ബാധിക്കാതിരിക്കണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര രൂപയാവുമെന്ന് ചോദിച്ചു. ചോദിക്കാൻ കാരണം, അപ്പൊ ഞാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. അത് ചോദിച്ചു, പറഞ്ഞു 2 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങളിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം ചേട്ടൻ കൊടുത്ത പൈസ ഒരു വ്യക്തി തരാനുണ്ടായിരുന്നു, കുറച്ച് പൈസ. എന്നാ അത് ചോദിക്കാന്ന് വെച്ച് ചോദിച്ചപ്പം, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഒരാള് അത്രേ പറഞ്ഞാൽ മതി. ഇപ്പം ഒന്നും തരാനില്ല, അങ്ങോട്ടാ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് അവോയ്ഡ് ചെയ്തു. ഞാനേ പോയുള്ളൂ, ചേട്ടൻ പോയില്ല. ചോദിച്ചു, വീട്ടിൽ വൈകിട്ട് വന്ന് പറഞ്ഞു, ഞാൻ പൈസയും തരാനില്ല, എനിക്ക് ഇങ്ങോട്ടാ തരാനുള്ളതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, അങ്ങ് പോയി. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര പെയിൻ അല്ലേ, സ്റ്റോണിന്റെ പെയിൻ അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന. അപ്പം അങ്ങനെ കിടന്ന് ഉറങ്ങാതെ കിടക്കുക. വെളുപ്പം കാലമായപ്പോ ഞാൻ ഒന്ന് ഉറങ്ങി. കണ്ണിൽ ഉറക്കം പിടിച്ചപ്പം എനിക്ക് സ്വാമി സ്വപ്ന ദർശനം തന്നു. കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സമിതിയില്
സമിതിയിലെ പടത്തിൽ നിന്നാണ് സ്വാമി ഇറങ്ങി വരുന്നത്. എന്റെ വീട്ടിലിരിക്കുന്ന ഫോട്ടോയും സ്വാമി സമിതിയിലിരിക്കുന്ന ഫോട്ടോയും ഏകദേശം ഒന്നുപോലത്തെ ഒരേ ഫോട്ടോയാ, ഏകദേശം അല്ല ഒരേ ഫോട്ടോയാ. അപ്പൊ സ്വാമി പടത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാൻ സമിതിയിൽ ഇരിക്കുക, എന്നെ സ്വാമി വിളിച്ചു അടുത്തോട്ട്. വിളിച്ചിട്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞു. വഴക്കാ പറഞ്ഞെന്ന് എനിക്കറിയാം, ദേഷ്യത്തിലാ പറഞ്ഞു. എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയം തന്നെ സ്വാമി ഒരു കൗണ്ടറിന്റെ അകത്തായിട്ട് നിൽക്കുന്നു, ഞാൻ വെളിയിൽ നിൽക്കുന്നു. സ്വാമി എന്തോ ഒരു സാധനം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറെ നീളത്തിലുള്ള സാധനം കീറി അറ്റം കെട്ടി എന്റെ തന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടാ, ക്യാൻറ്റീനിലാണെന്ന് ചോദിച്ചു. വേറെ ഒന്നും ചോദിക്കാൻ എനിക്കറിയത്തില്ല. ചോദിച്ചപ്പോ പറഞ്ഞു നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനം കൊണ്ട് കുറെ ദൂരം ഓടി. വഴി കണ്ടവരിടത്തെല്ലാം എൻ്റെ അടുത്ത് സ്വാമി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ ഓടുന്നേ. ഓടി കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോ ഞാൻ ഉണർന്നു. പിറ്റേ ദിവസം എൻ്റെ ഫ്രണ്ട് സുധയെ ഞാൻ കണ്ടു. സുധയും മിനി അവരാ എന്നെ ആദ്യമായിട്ട് പുട്ടപർത്തി കൊണ്ടുപോകാൻ കാരണം അവരാണ്. അപ്പം സുധയെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പം എന്നെ കളിയാക്കി, മുഴുവൻ കാണാതെ ഉണർന്നു എന്ന് പറഞ്ഞ് കളിയാക്കി. ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു പോവുകയും ചെയ്തു. രാത്രി എന്നെ സുധ വിളിച്ചു. ശ്യാമളെ, ചേട്ടൻ പറഞ്ഞു വെറുതെ സ്വാമി ദർശനം തരത്തില്ല, ഇത് അവിടെ ഓപ്പറേഷൻ കാണും, അതായിരിക്കും കാര്യമെന്ന്. പുള്ളി തന്നെ ചേട്ടനെ ആയുർവേദ ട്രീറ്റ്മെന്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിനു മുമ്പ്, ആ സമയത്ത് ഈ പെയിനായിട്ടുള്ള സമയത്തൊക്കെ. അപ്പൊ ഇങ്ങനെ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചു, വൈറ്റ്ഫീൽഡ് ചോദിച്ചോ, പറഞ്ഞു പുട്ടപർത്തിയിൽ കാണും, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുട്ടപർത്തിയിൽ വിളിച്ചു ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് ശരി ചെയ്യാം അതെന്നാ. അപ്പൊ അങ്ങനെ പോവാന്ന് പറയുന്നെങ്കിലും വണ്ടിക്കൂലിക്കുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ല, ആ അവസ്ഥയാ. പിറ്റേ ദിവസം സിറ്റി സമിതിയുടെ എനിക്ക് തോന്നുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആയിരുന്നു എന്ന് തോന്നുന്നു. അന്ന് ഞാനും സുധയും മിനിയായിട്ട് അവിടെ പോകുന്നു. സമിതി പോയപ്പം അവിടെ വെച്ച് യാദൃശ്യമായിട്ട് ബാബു എന്ന് പറഞ്ഞ ഒരാളിനെ കണ്ടു. അത് സുധയുടെ ഹസ്ബൻഡിന്റെ കസിനാ. പുള്ളി സ്വാമിയായിട്ട് നല്ല അടുപ്പമാണ്. സ്വാമി തന്നെയാ പുള്ളിക്ക് അവിടെ സ്വാമിയുടെ സന്നിധിയിൽ വെച്ചിട്ട് വിവാഹം നടത്തി കൊടുത്തത്. താലിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് പുള്ളിക്ക് വിവാഹം ശരിയാക്കി കൊടുത്തത് സ്വാമി തന്നെ. അങ്ങനെ അത്രയ്ക്ക് അടുപ്പമുണ്ട്. അപ്പം ബാബുവിന്റെ അടുത്ത്, ബാബു ഗൾഫിലാ. അപ്പൊ സുധ ചോദിച്ചു എന്ന് വന്നെന്ന് ചോദിച്ചു. ഇന്നലെ വന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് ഇങ്ങനെ പുട്ടപർത്തിയിലെ ഓപ്പറേഷന്റെ കാര്യം ചോദിച്ചു. പറഞ്ഞു അവിടെ ഒരു റെക്കമെൻഡേഷനും വേണ്ട, അങ്ങ് ചെന്നാൽ മതി, പോകാനുള്ള പൈസ മാത്രം മതി, വണ്ടിക്കൂലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ആർക്കാന്ന് ചോദിച്ചപ്പോൾ സുധ എനിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ചെയ്താൽ മതിയെങ്കിൽ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, സ്വാമിയുടെ അടുത്തേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോകാനായിട്ട് അപ്പൊ ചേച്ചി എല്ലാം തയ്യാറായിക്കോ, യാത്ര ചെലവ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതൊരു ഭയങ്കര ആശ്വാസമായിട്ടാ തോന്നിയത്. വേറെ ആരും അങ്ങനെ അത് പറഞ്ഞില്ല അത്രയായിട്ടും കിടന്നിട്ട്. അപ്പോഴും ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങ് പോയി. വെള്ളിയാഴ്ച പിറ്റേ ദിവസം വെള്ളിയാഴ്ച കാലത്തെ ഞാൻ ഓഫീസിൽ പോയി. തിരിച്ചു വരുമ്പോ മോളെ ട്യൂഷൻ സ്ഥലത്ത് നിന്ന് വിളിച്ചോണ്ട് വന്നു. ആ സമയത്ത് അവള് പറഞ്ഞു അച്ഛന് ഭയങ്കര പെയിനായിരുന്നു, ഇന്ന് ഉറങ്ങി കിടന്നിട്ട് പോലും ഇല്ല, ഭയങ്കര പെയിനായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വിഭൂതി വെള്ളത്തിൽ ചാലിച്ചു കൊടുത്ത് കുടിച്ചിട്ട് ശകലം നേരം ഉറങ്ങി. ആഹാരവും പിന്നെ കൊടുത്തിട്ടാ ഞാൻ ട്യൂഷന് പോയെന്ന് മോൾ ഇങ്ങനെ പറഞ്ഞു. വന്നപ്പം ചേട്ടനും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ ഈ ബാബു അവിടെ വെച്ച് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യണം, നാളെ എന്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു സുധയോട്. അപ്പൊ വെള്ളിയാഴ്ച ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഞാനും ചേട്ടനും ഇതേപോലെ പറഞ്ഞു. ശനിയാഴ്ച കാലത്ത് ഞാൻ സുധയുടെ അടുത്ത് പോയി പറഞ്ഞു നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം, പോണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ, എന്തോ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ സുധ പറഞ്ഞു ബാബു ഇന്നലെ ഞങ്ങൾ ചെന്നിരുന്നു ബാബുവിന്റെ വീട്ടില്, വെള്ളിയാഴ്ച ചെന്നിരുന്നു. അപ്പൊ ചെന്നപ്പം ബാബു അവിടെ ഇല്ല, ബാബു പോയി കഴിഞ്ഞു. അപ്പൊ അച്ഛനെ 5000 രൂപ ഏൽപ്പിച്ചിട്ടാ പോയെന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ശമ്പള ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കാൻ ഞാനും സുധയും കൂടെ പോകാൻ ഇറങ്ങിയപ്പോ സുധ പറഞ്ഞു ശനിയാഴ്ച ഇന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അല്ല ഇന്ന് തന്നെ പോണം, പോയി ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് എന്റെ നിർബന്ധത്തിന് അന്ന് പോയി ടിക്കറ്റ് എടുത്തു. ബുധനാഴ്ചത്തേക്ക് ടിക്കറ്റ് കിട്ടിയുള്ളൂ, ബർത്ത് കിട്ടിയുള്ളൂ. ബുധനാഴ്ച ബർത്ത് കിട്ടി. ഞങ്ങൾ വ്യാഴാഴ്ച 11 മണിക്ക് അവിടെ എത്തി, സൂപ്പറിലെത്തി. ലാസ്റ്റ് ടോക്കൺ ചേട്ടനാ കിട്ടിയത്. ആ ടോക്കൺ കിട്ടി കഴിഞ്ഞപ്പം ടോക്കൺ ക്ലോസ് ചെയ്തു. അപ്പൊ തന്നെ അവിടെ എല്ലാ ടെസ്റ്റും നടത്തി. അപ്പൊ ഈ IVP എക്സ്റേ മാത്രം വേറെ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. ബാക്കി എല്ലാ ടെസ്റ്റും നടത്തി. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ചെയ്യണം. പക്ഷെ ഡേറ്റ് ജൂലൈ 5 ഉള്ളൂ, ജൂലൈ 5 ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പോകുന്നത്.
ജൂലൈ 5-ന് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ചേട്ടൻ ബാംഗ്ലൂർ കസിന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങ് വീട്ടിൽ പോന്നു. മോളുടെ അടുത്ത് ആരും ഇല്ല. മോള് സുധയെ വന്ന് വിളിച്ചോണ്ട് പോയ, സുധയുടെ വീട്ടിലായിരുന്നു. വന്നു കഴിഞ്ഞ് ഇപ്പൊ ജൂലൈ 3-ാം തീയതി ഞാൻ സർവീസിന് ഡേറ്റ് കൊടുത്തിരുന്നു. അപ്പൊ ഞാൻ ജൂലൈ 3-ാം തീയതി ഡ്യൂട്ടിക്ക് കയറി. അപ്പൊ എനിക്ക് അന്ന് യാദൃശ്ചികമായിട്ട് സൂപ്പറിൽ കിട്ടി. സൂപ്പറിൽ കിട്ടി കഴിഞ്ഞപ്പം അവിടെ ക്യാൻറ്റീനിലാണ് കിട്ടിയത്. ജൂലൈ 5-ാം തീയതി ആയി. 5-ാം തീയതി കാലത്തെ ചേട്ടൻ വരും ഡോക്ടറെ കാണാനായിട്ട്. അപ്പം എനിക്കൊരു വിഷമം, എനിക്ക് ഡ്യൂട്ടി പൂർത്തിയാക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് സർവീസ് പൂർത്തിയാക്കുകയും വേണം. ചേട്ടന്റെ ഓപ്പറേഷന് ഞാൻ കൂടെ വേണം, അതും ആവശ്യമാണ് എന്ന് വിചാരിച്ചു. ഞാൻ കാലത്തെ പറഞ്ഞു ഇന്ന് ഓപ്പറേഷൻ എങ്ങനെയെന്തോ, എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞു അത് ചിന്തിക്കണ്ട, ഞങ്ങൾ നോക്കിയോളാം, ചെയ്താൽ മതി, ശ്യാമള പൊക്കോന്ന് പറഞ്ഞു. എനിക്കതങ്ങോട്ട് ശരിയാവുന്നില്ല. ഞാൻ ഭഗവാന്റെ പാദത്തില് 2 തുണ്ടിട്ടു, നടക്കുമോ ഇല്ലയോ എന്നുള്ള എസ്/നോ എഴുതിയിട്ടപ്പം നോ പറഞ്ഞു. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു ഇന്ന് എന്തായാലും നടക്കത്തില്ല, സ്വാമി ഇല്ല എന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ കളിയാക്കി, അങ്ങനെയൊന്നും മാറ്റത്തില്ല, ഡോക്ടർ തന്ന ഡേറ്റ് മാറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ വന്നു, ചേട്ടനും വന്നു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോ കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു അയ്യോ ഞങ്ങൾ ഡേറ്റ് മാറ്റിയായിരുന്നു, അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടനും വീട്ടിലില്ലല്ലോ, അറിഞ്ഞില്ല, എന്തായാലും അറിഞ്ഞില്ല. അത് ഞങ്ങൾക്ക് ഒരു കോൺഫറൻസ് ഉണ്ട്, അമേരിക്കയിൽ നിന്ന് ഡോക്ടർമാർ വരുന്ന സ്വാമിയുടെ സാന്നിധ്യത്തിലുള്ള കോൺഫറൻസാ, അപ്പം പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല, ഞാനില്ലാതെ ആ ഓപ്പറേഷന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇനി ഓഗസ്റ്റ് 30-ാം തീയതി ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴെനിക്കൊരു വിഷമം തോന്നി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നീട്ടി കളയുമെന്ന്. അപ്പം എനിക്കൊരു വിഷമമായി, ചേട്ടനും അതൊരു വിഷമമായി. ഇനി 2 മാസം കൂടെ വേദന അനുഭവിക്കണമല്ലോ എന്നുള്ള ഒരു വിഷമം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പം വെളിയിൽ നിന്ന് ഒരാള് പെട്ടെന്ന് കയറി വന്നു. ഒരു 30-32 വയസ്സ് തോന്നിക്കും. ഒരു ആള് കയറി വന്നിട്ട് പെട്ടെന്ന് ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കി, ഞങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ നോക്കിയിട്ട് പറഞ്ഞു ജൂലൈ 30-നുണ്ടല്ലോ ഡേറ്റ് എന്ന് പറഞ്ഞു. ജൂലൈ 31-ന് ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറും അത് ഫിക്സ് ചെയ്തു. ജൂലൈ 30-ന് അഡ്മിറ്റ് ആവണം, 31-ന് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. 30-ന് ഞങ്ങൾ അവിടെ ചെന്നു. വെളിയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, അഡ്മിറ്റ് ആയി. 31-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നു. അന്ന് വൈകിട്ടായപ്പോൾ റൂമിൽ കൊണ്ടുവന്നു. കാരണം ഡോക്ടർ പറഞ്ഞു കിഡ്നി ഇളക്കി മാറ്റി വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തത്, അപ്പൊ അത്രയും സമയം എടുക്കും, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത്രയ്ക്കും കൂടിപ്പോയി, ഒരു കിഡ്നി ചിലപ്പോൾ മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാ ഓപ്പറേഷന് കയറ്റുന്നത്. തിരിച്ച് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു കിഡ്നി ഒന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പൊതി കൊണ്ട് കയ്യിൽ തന്നു, കല്ല് കട്ട് ചെയ്തത്. അപ്പം എന്നിട്ട് അവിടെ കിടന്നു. 31-ാം തീയതി കഴിഞ്ഞു. 1-ാം തീയതി കുഴപ്പമില്ല. 2-ാം തീയതി കാലത്തായപ്പം ഈ 2 ട്യൂബ് പുറത്തോട്ട് എടുത്തിട്ടുള്ളതിൽ ഒന്നിന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ ആദ്യം ബ്ലീഡിങ് ചെറുതായിട്ട് കണ്ടപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു. സിസ്റ്റർ വിളിച്ച് ചോദിച്ചു ഡോക്ടർ തിയേറ്ററിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഏതോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഭഗവാന്റെ പടം ആ സ്ഥാനത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്റർ വന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു. ഞാൻ സുഖമായിട്ട് കിടക്കുന്നോന്ന് വിചാരിച്ചു ഞാനും. അപ്പൊ ചേട്ടൻ അറിയുന്നില്ല ബ്ലീഡിങ് വന്നോന്നും. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി ആഹാരം കഴിച്ചിട്ടോ? ഒന്നും കഴിച്ചിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. 30-ാം തീയതി ആഹാരം കഴിച്ചതാ, പിന്നെ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. അപ്പൊ ഒന്നാമത് എനിക്ക് ഒറ്റയ്ക്ക് പോയി കഴിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഗേറ്റിന്റെ അതുവരെ പോയി, വെളിയിൽ പോയി കഴിക്കാനും. ഗേറ്റിന്റെ അതുവരെ പോയപ്പം എനിക്ക് തോന്നി വേണ്ട, തിരിച്ചു വരാൻ തോന്നി. ഞാൻ തിരിച്ചിഞ്ഞ് വന്നപ്പം ഡോക്ടർമാർ 5 പേര് ഫ്രണ്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരെ കണ്ടിട്ടാ ഞാൻ അങ്ങ് വാർഡിലോട്ട് പോയി. അവിടെ ചെന്ന് ഇങ്ങനെ പതിവ് പോലെ ഞാൻ അതേപോലെ ഷീറ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കിയപ്പം ഭയങ്കരമായിട്ട് പൈപ്പ് പൊട്ടി ബ്ലഡ് ചീറ്റും പോലെ, പൈപ്പ് പൊട്ടി വെള്ളം ചീറ്റും പോലെ ബ്ലഡ് ഇങ്ങനെ ഫോഴ്സിൽ ഇങ്ങനെ വരുന്നു. ഞാൻ പെട്ടെന്ന് ഓടി ഡോക്ടറെ അടുത്തെന്ന് പറഞ്ഞു ഭയങ്കര ബ്ലീഡിങ് ആന്ന് പറഞ്ഞു. ഡോക്ടർമാർ 5 പേരും വന്നു കട്ടിലിന്റെ അടുത്ത്. നമ്മുടെയൊക്കെ ഇവിടെ ആണെങ്കിൽ ഒരാൾ പോലും നോക്കത്തില്ല, ആ ഡോക്ടർ ഉണ്ടെങ്കിൽ തന്നെ വന്ന് നോക്കുള്ളൂ. ഇത് ആ ഡോക്ടർ ഉണ്ട്, 5 പേരും കൂടെ വന്ന് ഓരോരുത്തർ ഓരോ ഇത് നോക്കി. അപ്പൊ ഇതില് ഹാർട്ട് ബീറ്റ് അല്ല, പൾസ് നോക്കിയ ഡോക്ടർ ഒരു തമിഴ് ഡോക്ടർ. ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ മനസ്സിൽ പറയുന്നുണ്ട് സ്വാമി ഉണ്ടെന്ന്, ആ ഒരു ധൈര്യം എനിക്കുണ്ട്. അപ്പം ഇതെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പെട്ടെന്ന് ഒരിക്കൽ കൂടെ തിയേറ്ററിൽ കയറ്റണം, വീണ്ടും ഓപ്പൺ ചെയ്യണം, കിഡ്നി മാറ്റേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തന്നെ അവര് തന്നെ ലിഫ്റ്റില് കയറ്റിക്കൊണ്ടുപോയി.
എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ തിയേറ്ററിന്റെ അങ്ങോട്ട് കയറുന്നതിന്റെ വാതിക്കലുള്ള ആ റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചത് ഭഗവാന്റെ അടുത്ത് ഒരു കിഡ്നി പോയാലും വേണ്ടില്ല, എനിക്ക് ആളിനെ തിരിച്ചു തരണമെന്നായിരുന്നു. കാരണം തിരിച്ചു കിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ട്. അത്രയ്ക്കും അബോധാവസ്ഥയിലായിരുന്നു ചേട്ടൻ എപ്പോഴും. പോയി അകത്ത് കയറ്റി. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പം അകത്ത് ഞാൻ ഇരിക്കുന്നതിന്റെ നേരെ ഫ്രണ്ടില് സേവാദൾസ് ഇരിക്കുന്നുണ്ട്. സേവാദൾ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. അതിന്റെ വലതുവശത്തെ റൂമിന്റെ അകത്തെ കതകിന്റെ അകത്തെ ഹാൻഡിലിന്റെ അകത്തെ ഷെയ്ഡിനകത്ത് എനിക്ക് സ്വാമിയെ കാണാം. സ്വാമി ഇങ്ങനെ ഡോക്ടറുടെ നേരെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് ഡോക്ടറുടെ അടുത്തോട്ട് വരുന്നു. രണ്ട് കൈയും ഇങ്ങനെ കാണിച്ചുകൊണ്ട് വരുന്നു. അപ്പം ഞാൻ മനസ്സിലായിരിച്ചു അപ്പൊ എന്നിട്ട് വന്നിട്ട് ഡോക്ടറോട് എന്തോ പറയുന്നുണ്ട്. ഒരു വെള്ള ഷീറ്റ് 2 വിരൽ കൊണ്ട് മാറ്റി ഇട്ടിട്ട് തിരിച്ചിട്ടു. അത്രയും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സ്വാമി തിയേറ്ററിലുണ്ട്, ഞാൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ അത്രയും കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് സേവാദൾ വന്ന് എന്റെ കൈ പിടിച്ചിട്ട് തടിച്ച വണ്ണമുള്ള ഒരു സ്ത്രീയാ, ഭയങ്കര വണ്ണമുള്ള ഒരു സ്ത്രീയാ. അവര് വന്ന് എന്റെ കൈ പിടിച്ചിട്ട് ആവോ ജൽദി ആവോ, ഖാനെ പീനെ കേലി ജൽദി ആവോ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കുവാന്ന് പറഞ്ഞു. ഇല്ല, നിർബന്ധമായിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയി ക്യാൻറ്റീനിൽ പോയി ചായയും ബിസ്ക്കറ്റും ഒക്കെ മേടിച്ചു തന്നു. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചിങ്ങി വന്നു. പൈസ കൊടുത്തിട്ട് ഒരു വാങ്ങിച്ചില്ല. ഞാൻ തിരിച്ചിങ്ങി വന്നു. ഇവിടെ വന്ന് നിന്നപ്പോ പിന്നെ ഈ ദൃശ്യമൊന്നും അവിടെ ഇല്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഒരു 6 മണിയായപ്പോ ഈ തമിഴ് ഡോക്ടർ ഇറങ്ങി വെളിയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല സ്വാമി ദയരൊക്കെ, ഒരു പ്രോബ്ലം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി. അടുത്ത വേറൊരു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും പോയി. ലാസ്റ്റിൽ മെയിൻ ഡോക്ടർ വന്നപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു കണ്ടോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. എല്ലാം അവരവരുടെ രീതിയിൽ എന്നെ അകത്തേറ്റി കാണിച്ചു തന്നു. കാണിച്ചപ്പോ എന്തോ എല്ലാം മോണിറ്റർ ബോഡിയിൽ എല്ലാം കൊടുത്ത് മോണിറ്ററിൽ കൊടുത്തിരിക്കുക. പിന്നെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ട്, ബ്ലഡ് കഴുത്തിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞാൻ വിളിക്കണ്ടെന്ന് ചോദിച്ചു. ഞാൻ അവിടെ മിണ്ടാൻ നിന്നപ്പോ സിസ്റ്റർ വന്ന് വിളിച്ചിട്ട് ചോദിച്ചു ആരാന്നറിയാമോ എന്ന് ചോദിച്ചു. അറിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കണ്ട, ഞാൻ വെളിയിൽ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ഞു പോന്നു. ഇത്രയും കണ്ടല്ലോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം വാർഡിൽ കൊണ്ടുവന്നു. അന്ന് തൊട്ട് ഞാൻ കട്ടിലിന്റെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങും പോകേണ്ടി വന്നില്ല. രാത്രിയായപ്പോ സിസ്റ്റർ തലയാണയും ഷീറ്റും ഒക്കെ കൊണ്ടു തന്നിട്ട് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് സായിനാമം എഴുതിക്കൊണ്ടിരിക്കുക. അത് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ കിടന്നോളാൻ പറഞ്ഞു. സിസ്റ്റർ നോക്കിക്കോളാം, അവിടെ ഉണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം, കിടന്നോണ്ടാ മതി എന്ന് പറഞ്ഞു. ഞാൻ കിടന്നൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. പിറ്റേ ദിവസം കാലത്തെ ക്യാൻറ്റീനിലെ മാനേജർ വന്നിട്ട് ഇപ്പൊ ഇത്രയും ആൾക്കാർ വരുന്നിടത്ത് എന്നെ അദ്ദേഹം ഓർമ്മിക്കണമെന്നൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. അമ്മ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചു. എവിടുന്നാന്ന് ചോദിച്ചു. ക്യാൻറ്റീനാന്ന് പറഞ്ഞു. അപ്പം പുള്ളിച്ചാൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറെ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വരാൻ പറഞ്ഞു കൂടെ. ഞാൻ കൂടെ ചെന്നു. പിന്നെ സേവാദൾ ക്യാൻറ്റീനും സ്റ്റാഫ് ക്യാൻറ്റീനും ഒന്നായിരുന്നല്ലോ. അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. പോകുന്ന അത്രയും ദിവസം ഇവിടുന്ന് ഫുഡ് കഴിക്കും, ഇവിടെ വന്ന് കഴിക്കും, കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ 9 ദിവസം ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചത്. 9 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഉള്ളായിരുന്നു. 9 ദിവസം അവിടെ തന്നെ ഞാൻ കിടക്കുകയും ചെയ്തു. അവസാനം 9 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിൽ വന്ന് ഇവിടുത്തെ ഡോക്ടറെ കൊണ്ടുവന്ന് റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കോസ്മോയിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അവിടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടതാ, ഇല്ലെങ്കിൽ തിരിച്ചു വരത്തില്ലായിരുന്നു എന്ന്. അങ്ങനെ എനിക്കൊരു ഭയങ്കര അനുഭവം, എൻ്റെ ഏറ്റവും വലിയ അനുഭവം അത്. ജയ് സായിറാം. 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 అభివృద్ధి కావాలి. There is need for increasing the number of సేవకత్వమే నాయకత్వం అనేటువంటి దృఢమైన విశ్వాసం మనలో అభివృద్ధి పరచుకోవాలి.
The servant's attitude will make you a leader. This particular faith must be developed. కనుక సేవా సంస్థల యందు ఇట్టివారు అట్టివారు అనేటువంటి నిర్ణయాలు ఏమాత్రం కూడా చేయకుండా అందరూ కూడా సేవా సంస్థల్లో ప్రవేశించాలి. In service organizations, there should not be any difference of high and low. All people should participate in service. అసలు మానవత్వం రావటమే సేవా నిమిత్తం. The very human life is given in order to serve. ఎంత బలమున్నా, Whatever ఎంత చదువున్నా, whatever education you ఎంత have, పదవున్నా, whatever power and authority you may have, సేవకత్వంలో ఉండినటువంటి యొక్క శక్తి సామర్థ్యము మరియు దేని ఎందుకు మనకు కానరావు. the pleasure and joy which you derive in service you cannot get anywhere else. హనుమంతుడు గుణవంతుడు, బలవంతుడు. Hanuman was a virtuous person and a very strong one. అలాంటి బలవంతుడైన హనుమంతుడు అశోకవనంలో ప్రవేశించినప్పుడు రాక్షసులందరూ కూడాను ఈ క్రొత్త స్వరూపాన్ని, వికార స్వరూపాన్ని చూచి విచిత్రంగా ప్రశ్నిస్తూ వచ్చారు. ఎవరయ్యా మీరు అన్నారు. When this Hanuman entered the garden of Ashokavana, the devils saw this strange form and asked a question, who are you? ఆ హనుమంతుడు ఎంత చల్లగా జవాబిస్తున్నాడు తెలిసిన. తన యొక్క బలమును, తన యొక్క గుణమును, తన యొక్క శక్తిని ఏమాత్రం కూడా విశ్వసించకుండా దాసోహం కోసలేంద్రస్య, నేను రామచంద్రుని యొక్క దాసుడను అని మొట్టమొదట అడ్డసించుకున్నాడు. He replied very sweetly, without mentioning any one of his accomplishments and powers, that I am the servant of Rama. కనుక దైవదాసులుగా ఉండటం అనేటువంటిది ఎంత గొప్ప విలువ మీరు విచారించాలి. From this you can find out what a great thing it is to be servant of God. సకల లోకములకు సృష్టికర్త అయినటువంటి కృష్ణుడు, సకల శక్తివంతమైనటువంటి ఒక కృష్ణుడు కేవలము ఒక హనుమంతునకు డ్రైవర్గా అపాయింట్ అయినాడు, రథసారథిగా నియమింపబడ్డాడు. Krishna, who is the creator of all this world, who had all powers under his control, became a driver to Arjuna. సేవకా భావం అనేటువంటిది భగవంతునికి అనాది కాలం నుండి కూడా అత్యంత ప్రీతి. From times immemorial, this attitude of servant is very dear to the Lord. కనుక ప్రతి మానవుడు కూడా దైవాంశ స్వరూపుడే. Every man is an aspect of ఓ God. మానవుడా, నీవు పంచభూత స్వరూపుడు కాదు. Oh man, you are not a conglomeration of 5 elements. నీవు ప్రాకృత బింబము కాదు. You are not a reflection of the worldly పంచేంద్రియ nature. స్వరూపుడు కాదు. You are not the one who comes to. మమైవాంశో జీవలోకే జీవభూత సనాతన, నీవు సనాతనమైనటువంటి నా అంశమనే నీవు కూడా. You are my own aspect which doesn't perish at all. ఇట్టి భావాన్ని మొట్టమొదట సేవకుల హృదయాల్లో భద్రం చేసుకోవాలి. People who want to take service must firmly have this kind of faith in them. అప్పుడే ఈ సేవయందు ఎట్టి లోపములు లేకుండా కూడాను హృదయపూర్వకంగా సేవలు చేయగలరు. Then only they will be able to do service without any flaw. स्वागतं साई देव तू ही शंकर, स्वागतं साई देव तू ही शंकर, तू ही विनायक शक्ति, तू ही विनायक शक्ति, स्वागतं साई देव तू ही शंकर, तू ही ब्रह्मा तू ही विष्णु, विठ्ठल दे दे भक्ति, तू ही ब्रह्मा तू ही विष्णु, विठ्ठल दे दे भक्ति, स्वागतं साई देव तू ही शंकर, तू ही भारती विद्यादायिनी, तू ही गंगे पापहारिणी, तू ही भारती विद्यादायिनी, तू ही
गंगे पापहारिणी साई जननी वेदपरणी साई जननी वेदपरणी भक्त जननों के मुक्ति भक्त जननों के मुक्ति स्वागतम साई देव तू ही शंकर तू ही विनायक शक्ति स्वागतम साई देव तू ही शंकर तू ही ब्रह्मा तू ही विष्णु विठ्ठल दे दे भक्ति तू ही ब्रह्मा तू ही विष्णु विठ्ठल दे दे भक्ति स्वागतम साई देव तू ही शंकर तू ही भारती विद्यादायिनी तू ही गंगे पापहारिणी तू ही भारती विद्यादायिनी तू ही गंगे पापहारिणी साई जननी वेदभरणी साई जननी वेदभरणी भक्त जननों के मुक्ति भक्त जननों के मुक्ति स्वागतम साई देव तू ही शंकर साईराम സായി ഉപമ. നിങ്ങൾ മുതിർന്നവരുടെ മുൻപിൽ നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിനയാന്വിതമായിരിക്കണം. ശരീരം മാത്രം കുനിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സേവനം ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സേവനത്തിനോട് ഉള്ള ഇഷ്ടക്കേടുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ആകുലപ്പെടുത്താതിരിക്കുക. യാന്ത്രികമായി ചെയ്യുന്ന കർമ്മം എണ്ണയില്ലാത്ത തിരിയിലെ നാളം പോലെയാണ്. മാനസികമായ ഉത്സാഹമാണ് എണ്ണ. അതൊഴിക്കുമ്പോൾ വിളക്ക് ശോഭയോടെ വളരെ നേരം കത്തും. സാമൂഹ്യ സേവനം സന്തോഷത്തോടെയും ആദരവോടെയും കൂടി ചെയ്യേണ്ടതാണ്. ജയ് സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.